രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങി SIT. ചോദ്യാവലി തയ്യാറാക്കിയ SIT. അതിജീവിതയുടെ പരാതിയുടെയും മൊഴിയുടെയും വിവരങ്ങൾ പ്രകാരമാണ് ചോദ്യാവലി തയ്യാറാക്കുക. വിവരങ്ങളുമായി രാജ്കുമാർ തന്നെ ചേരുന്നു. രാജ്കുമാർ, ഈ പ്രത്യേകിച്ച് പോലീസ് കസ്റ്റഡിയിൽ കൂടി കോടതി വിട്ടതോടുകൂടി ഇതുവരെ ഉള്ള പരാതികളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ മൂന്നാം പരാതിയുമായി ബന്ധപ്പെട്ട് അതിജീവിത പറഞ്ഞ വിവരങ്ങൾ അത് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യാവലി തയ്യാറാക്കി ശാസ്ത്രീയമായ ഇൻട്രോഗേഷനാണ് തുടങ്ങാൻ പോകുന്നത്. എന്തൊക്കെ വിവരങ്ങൾ? ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്, അതായത് SITയുടെ നിലവിൽ ഇതിനകത്തുള്ള തലവനെന്ന് പറയുന്നത് ഈ SP മുരളീധരനാണ്. അദ്ദേഹം ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ പുറകിൽ കാണുന്ന പത്തനംതിട്ട AR ക്യാമ്പിൻ്റെ ഉള്ളിലുണ്ട്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ചിട്ടുള്ളത്. ചോദ്യം ചെയ്യാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നു. ഇതിൽ ഈ ആദ്യം ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ലോഡ്ജിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെ പോലീസ് അതിൻ്റെ കൂട്ടത്തിൽ കസ്റ്റഡിയിൽ, അതായത് അവിടെ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ ഉപകരണങ്ങൾ തുറക്കാനായി അതിൻ്റെ പാസ്വേഡ് ചോദിച്ചപ്പോൾ ആ നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടം മൗനമായി തുടർന്നു. ഒരു തരത്തിലും ആ പാസ്വേഡ് തുറക്കുന്നതിനുള്ള ആ കീ ഏതാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ഏത് തരം പാസ്വേഡാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നുള്ളത് പറയാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ ഉപകരണങ്ങൾ അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളത്, രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറേ നാളുകളായി ഏതെല്ലാം സ്ത്രീകളുമായി ആരൊക്കെയായിട്ടാണ് ചാറ്റ് ചെയ്തിട്ടുള്ളത്, അത്തരം വിവരങ്ങൾ സംബന്ധിച്ച് അതൊരു വലിയ തെളിവാണ്. അതിപ്പോൾ തൊണ്ടി മുതലായി ഇത് നിലവിൽ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്, ഡിജിറ്റൽ തെളിവുകളിൽ ഒന്നുകൂടിയാണ്. അത് ഈ സൈബർ വിങ്ങിനുമായി സഹകരിച്ച് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. അതിലുള്ള വിവരങ്ങൾ, ഡാറ്റ എന്തൊക്കെയാണ് അതിലുള്ളത്, ആരൊക്കെയായി എത്ര മണിക്കൂറുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഫോൺ നമ്പറുകളുമായി നിരന്തരം ഇയാൾ ബന്ധപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതൊന്ന്. രണ്ട്, ഈ അന്വേഷണവുമായി ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നില്ല. എന്ത് ചോദിച്ചാലും മൗനി ഭാവയെ പോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം തുടരുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ജയിലിലും അങ്ങനെ തന്നെ ആയിരുന്നു. ആരോടും മിണ്ടാട്ടമൊന്നുമില്ല. 3-ാം നമ്പർ സെല്ലിൽ ഒരു ഏകാന്തനെ പോലെ തന്നെയായിരുന്നു. അവിടെ പത്രമൊക്കെ വായിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തോട് ഈ അന്വേഷണ സംഘം പലവട്ടം ഇത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അദ്ദേഹം അതിനോട് സഹകരിക്കുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ ഈ അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ചോദ്യാവലി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിലവിൽ പോലീസിൻ്റെ പക്കലുള്ള ചില ഡിജിറ്റൽ തെളിവുകളുണ്ട്. ആ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നതാണ് ഒരു വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ആ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൗനത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അത് ബ്രേക്ക് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് SIT സംഘം. അതുകൊണ്ട് തന്നെ അവർ എന്ത് വില കൊടുത്തും ഇപ്പോൾ കിട്ടിയിട്ടുള്ള കസ്റ്റഡിയിലുള്ള 3 ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതുപോലെയുള്ള നിലവിൽ ഇപ്പോൾ ഇത് 3-ാമത്തെ കേസാണ്. ആ 3-ാമത്തെ കേസിൽ മുമ്പുള്ള 2 കേസുകളിൽ ഇപ്പോൾ ഈ 3-ാമത്തെ അതിജീവിതയുടെ പരാതിയിൽ ആ കേസിലും ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ള തെറ്റുകൾ സംബന്ധിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ആ ചോദ്യാവലി തയ്യാറാക്കി ഓരോന്നനുസരിച്ച് അതിന് പ്രത്യേകം തെളിവുകളും സാക്ഷികളെയും ഇവിടെ കൊണ്ടുവരും. അവരുടെ മുന്നിൽ വെച്ചുകൂടി ഇത് ചോദ്യം ചെയ്യാനാണ് നിലവിൽ SIT സംഘം തീരുമാനിച്ചിട്ടുള്ളത്.